ബഷീറിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതുന്നു. 6 വരെയാണ് വോട്ടെടുപ്പ്. അവസാന മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് 60%. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് മാങ്കുത്ത് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടക്കം 263 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അമൽ, 1 മണിക്കൂർ മാത്രം ശേഷിക്കെ 60% അടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറവുണ്ടെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുന്ന നിലയിൽ ഈ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് എന്ന് കരുതാമല്ലേ? അസിത, തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ. അതായത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു 5 അല്ലെങ്കിൽ 6% കുറവ് എല്ലായ്പ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു 60% മുകളിലേക്ക് പോളിംഗ് ഉയർന്നിട്ടുണ്ട്. ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട്. ആ സമയങ്ങളിലും അത്യാവശ്യം മികച്ച പോളിംഗ് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നത്തെ തുടക്കം, അതായത് 7 മണിയോടുകൂടി പോളിംഗ് ആരംഭിക്കുന്നു. എന്നാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ അത്ര വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ശക്തമായ ഒരു പോളിംഗിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാവിലെ മുതൽ തന്നെ തുടർച്ചയായ മഴ പെയ്തിരുന്നു. ശക്തമായ മഴ അല്ലെങ്കിൽ പോലും തുടർച്ചയായ മഴ ആയതിനാൽ തന്നെ വോട്ടർമാരൊക്കെ തന്നെയും ഈ പോളിംഗ് ബൂത്തിലേക്ക് ആദ്യഘട്ടങ്ങളിൽ എത്താൻ അല്പം താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചിരുന്നു ആദ്യ 1 മണിക്കൂറിൽ. പിന്നീട് 8 മണിയോടുകൂടിയാണ് മഴ അല്പമൊന്ന് മാറി നിന്നത്. പിന്നീട് അങ്ങോട്ട് എല്ലാ പോളിംഗ് ബൂത്തിലേക്കും ഇത്തരത്തിൽ വോട്ടർമാർ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. എല്ലാ ബൂത്തിലും നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഏകദേശം ഉച്ചയോടുകൂടി ഒരു 45% മുകളിലേക്ക് പോളിംഗ് ഉയരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. 7 പഞ്ചായത്തുകളിലും ഒപ്പം തന്നെ ഒരു നഗരസഭ, നിലമ്പൂർ നഗരസഭയിലേക്കുമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ്, അതായത് ഈ ഒരു മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ ഈ ഒരു നിലമ്പൂർ നഗരസഭ നോക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ പോളിംഗ് ഉള്ള ഒരു ഇടം തന്നെയാണ്. ഇന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഏകദേശം 55% മുകളിലേക്ക് ഈ നിലമ്പൂർ നഗരസഭയിൽ തന്നെ പോളിംഗ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ പോളിംഗ് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് നിലവിൽ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വോട്ടർമാർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വോട്ടർമാർക്കൊക്കെ വലിയ രീതിയിൽ താല്പര്യക്കുറവ് പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇതൊരു അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പാണ് എന്ന് വോട്ടർമാർക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ സ്ത്രീ വോട്ടർമാരടക്കം ഇത്തരത്തിൽ ഈ ഒരു ബൂത്തിലേക്ക് എത്തുകയും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതുമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു മണിക്കൂറാണ് ബാക്കിയുള്ളത്. നമുക്കറിയാം ഈ തൊഴിൽ സംബന്ധമായൊക്കെ തിരക്കിലുള്ളവർ അവസാന മണിക്കൂറുകളിലാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ഇനി ഒരു പക്ഷേ അതിനാൽ തന്നെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ എടക്കര പഞ്ചായത്തിലാണ് ഉള്ളത്. ഇവിടെ വലിയൊരു തിരക്കിലേക്ക് പോകുന്നില്ലെങ്കിലും അത്യാവശ്യം വോട്ടർമാരൊക്കെ ഒരു ഇടവിട്ട സമയങ്ങളിൽ വന്ന് വോട്ട് ചെയ്ത് പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ പോളിംഗ്, അതായത് വോട്ടർമാർ ഇല്ലാത്ത ഒരു സാഹചര്യം പലയിടത്തും വലിയ ക്യൂ പലയിടത്തും കാണുന്നില്ല. പക്ഷെ അത് ആളുകൾ വരുന്നതിൽ കുറവ് എന്നതിൽ നിന്നും മാറി ഇത്തവണ കൂടുതൽ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൂത്തുകളുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ തിരക്ക് കൂട്ടാതെ ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്ത് മടങ്ങാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയായിരിക്കുമല്ലേ? തീർച്ചയായും അതും ഒരു പ്രധാന കാരണം ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 263 പോളിംഗ് ബൂത്തുകളാണ് ഇത്തവണ സജ്ജീകരിച്ചിട്ടുള്ളത്. കൂടുതൽ ക്രമീകരണങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ ഇത്തരത്തിൽ വോട്ടർമാർക്ക് ഏർപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് തിക്കി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കാത്തത്. കൂടുതൽ പോളിംഗ് ബൂത്തുകൾ വന്നതോടുകൂടി തന്നെ ഏകദേശം ഒരു 50-ന് മുകളിൽ ബൂത്തുകൾ ഇത്തവണ കൂടുതലായി വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ സമയമെടുത്ത് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം നിലവിലുണ്ട്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഇത്ര മണിക്കൂറുകൾ, ലാസ്റ്റ് 1 മണിക്കൂർ, ഏകദേശം 10 മണിക്കൂർ നിലവിൽ കഴിഞ്ഞു. അതിനാൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു തിരക്ക്, അതായത് വലിയ രീതിയിൽ തിരക്ക് നമുക്കൊരു പോളിംഗ് സ്റ്റേഷനിലും കാണാൻ സാധിക്കാത്തതിനുള്ള ഒരു പ്രധാന കാരണം ഇപ്പോൾ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 60% മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മികച്ച സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തിരക്ക് നമുക്ക് പലയിടങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കാത്തത്. അവസാന നിമിഷങ്ങൾ, അവസാന മണിക്കൂറുകളിലും ഇത്തരത്തിൽ വോട്ടർമാർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എടക്കരയിലാണ് ഉള്ളത്. ഇവിടെ ഏകദേശം ഒരു 3ഓളം ബൂത്തുകളാണുള്ളത്. ഇവിടെ ഈ ക്യൂ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. അത്യാവശ്യം വോട്ടർമാർ ഇവിടേക്ക് എത്തി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിൽ ആ തുടർ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ എടക്കരയിലെ പോളിംഗ് ശതമാനം നൽകുന്ന സൂചന എന്താണ് അമൽ? കഴിഞ്ഞ 2021 74.18% എടക്കരയിലെ ആകെ രേഖപ്പെടുത്തിയ പോളിംഗ് ഇപ്പോൾ ഇതാ
1 മണിക്കൂർ ശേഷിക്കുമ്പോൾ 60% മാത്രമാണ് കണക്കുകൾ എത്തിയിട്ടുള്ളത്. അന്തിമ കണക്കല്ല എങ്കിൽ പോലും മാറ്റം വരും. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേതിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ഉണ്ടോ? അവിടെയുള്ളവരൊക്കെ ഏത് നിലയിലാണ് സൂചിപ്പിക്കുന്നത്, സംസാരിക്കുന്നത് ഇതേക്കുറിച്ച്? അസിത, നമുക്ക് അതിലേക്കൊന്നും വ്യക്തമായി നമുക്ക് ഒന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ തവണ 74% ഉണ്ടായിരുന്നു. ഇപ്പോൾ പോളിംഗ് ഒരു 60% മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇനിയും പോളിംഗിൽ വർധന ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ആ ഒരു രീതിയിലേക്ക് പോളിംഗ് എത്തും എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഉറപ്പില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രെൻഡ് ഏകദേശം ഒരു 5-6% കുറവ് എല്ലാ ഇടങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ഇത്തവണയും അത്തരത്തിലൊരു കുറവുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2021 75% പോളിംഗ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ 70%-ലേക്കൊക്കെ പോളിംഗ് എത്തിയേക്കാം എന്ന ഒരു നിഗമനമാണ് നിലവിലുള്ളത്. പക്ഷേ അതൊന്നും നമുക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോഴേ സാധിക്കില്ല. കൃത്യമായ കണക്കുകൾ പുറത്തു വന്നാൽ മാത്രമേ അതിലൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ഇനിയും 1 മണിക്കൂർ ബാക്കിയുണ്ട്. എന്ത് തന്നെയായാലും ഇത്തവണ ജനങ്ങളൊക്കെ തന്നെയും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കണമെന്ന കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇനി 9 മാസങ്ങൾ മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബാക്കിയുള്ളൂ. അതിനിടയിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെ കാരണം എന്താണ്, അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാരണം എന്താണെന്നൊക്കെ വ്യക്തമായി ഇവിടെയുള്ള വോട്ടർമാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനാൽ തന്നെ അതിനെതിരെ വോട്ട് ചെയ്യുക എന്ന ഒരു ലക്ഷ്യം മുന്നിട്ട് വെച്ചുകൊണ്ടാണ് വോട്ടർമാർ ഇവിടേക്ക് എത്തുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ LDF, അതായത് ഇടതുപക്ഷം, വലിയ പ്രതീക്ഷയിൽ കൂടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വോട്ടിംഗ് ശതമാനം പ്രതീക്ഷയിലും കൂടുതൽ ഉയർച്ചയിലേക്കാണ്. എല്ലാ മുന്നണികളും പ്രതീക്ഷയിലും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉയരുന്നുണ്ട് എന്നാണ് അറിയുന്നത്, പ്രതികൂല കാലാവസ്ഥയിൽ പോലും. അതിനാൽ തന്നെ ഇടതുപക്ഷം വലിയ പ്രതീക്ഷയിലാണ്. കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി സംസാരിക്കാൻ സാധിച്ചു എന്നൊരു ആത്മവിശ്വാസം കൂടി അവർ പ്രകടമാക്കുന്നുണ്ട്. കൃത്യമായ വികസന നേട്ടങ്ങളൊക്കെ തന്നെയും കൃത്യമായ രാഷ്ട്രീയമൊക്കെ തന്നെയും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രചരണ വേദികളൊക്കെ തന്നെയും ഈ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവരൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പ്രചരണ ദിവസങ്ങളിൽ, പ്രചരണ ക്യാമ്പയിനുകളിലൊക്കെ ഉണ്ടായ ആ ഒരു ജനക്കൂട്ടം, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുയോഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ജനക്കൂട്ടമൊക്കെ വലിയൊരു ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിന് നൽകിയിട്ടുള്ളത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത്. അതേസമയം തന്നെ UDF ക്യാമ്പുകളിൽ തുടക്കം മുതൽ തന്നെ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതൊന്നും തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക്, ഈ ഒരു തിരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് എത്തുമ്പോഴും അത്തരത്തിൽ UDF ക്യാമ്പിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വലിയ രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ, വിദ്വേഷങ്ങൾ, ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിക്കെതിരെ, M. സ്വരാജിനെതിരെ വ്യക്തിപരമായ പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടാണ്. ഒരു രാഷ്ട്രീയം പോലും അവർക്ക് ഒരു ഘട്ടത്തിലും സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷം കൃത്യമായ രീതിയിൽ വികസന നേട്ടങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് M. സ്വരാജ് എല്ലാ വേദികളിലും പറഞ്ഞ ഒരു വാക്കുണ്ട്, കഴിഞ്ഞ 9 വർഷക്കാലം എന്ന് പറയുന്നത് അതൊരു സുവർണ്ണ കാലഘട്ടമാണ് എന്നുള്ളതാണ്. അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ 9 വർഷക്കാലം വലിയ വികസന നേട്ടങ്ങൾ കേരളം കണ്ടു, ഒപ്പം തന്നെ നിലമ്പൂർ കണ്ടു. അതൊക്കെ ജനങ്ങൾ അറിഞ്ഞ് വളർന്നവരാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി. പ്രത്യേകിച്ച് യുവത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊക്കെ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായ വികസന നേട്ടങ്ങളൊക്കെ അനുഭവിച്ച് വളർന്നവരാണ്. അതിനാൽ തന്നെ അവരുടെയൊക്കെ ഒരു പങ്ക് നിർണായകമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ ഇതിനൊക്കെയും എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇനി അറിയേണ്ടത്.